ഇന്ന് ജിഞ്ചിലിന്റെ കസിന്റെ കൊച്ചിന്റെ മാമോദിസയാണ്. ഞങ്ങളൊക്കെ അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവളുടെ പപ്പയും മമ്മിയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒരുങ്ങി ഇതാ കാറിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. കുടുംബോനെ കൊണ്ട് ആദ്യമായിട്ട് പോകുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവനെന്ത് ഫംഗ്ഷൻ അല്ലേ, അവനിങ്ങ് മമ്മീന്റെ തോളിൽ നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. തുമ്പി ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അവൾക്ക് കാറിലാണ് യാത്ര പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഇതുവരെ ഒരുങ്ങി അവൾ തീർന്നിട്ടില്ല. അവൾക്ക് കാറിലാണ് യാത്ര പോകുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ അവളെ കൊല്ലുന്നതിന് സമമാണ്. എല്ലാരും കാറ് കയറിയിട്ട് അവൾ ഇതാ മാറി നിൽക്കുക, ഞാൻ വരുന്നില്ല, ഞാൻ ഇല്ല ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അങ്ങനെ പപ്പ എല്ലാം കൂടി എടുത്ത് അവളെ കാറിലേക്ക് കൊണ്ടിരുത്തി. ഇതാ മൂക്ക് പൊത്തി ഇരിക്കുന്ന കണ്ടില്ലേ. അവൾക്ക് അത്ര പേടിയാണ്, വൊമിറ്റ് ചെയ്യല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ് പുള്ളിക്കാരിക്ക്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞൊക്കെ അങ്ങനെ യാത്ര തുടങ്ങി. ഞങ്ങൾ കൂടരഞ്ഞിക്കടുത്ത് കൂമ്പാറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഫംഗ്ഷന് പോകാനുള്ളത്. പോകുന്ന വഴിക്ക് പല സ്ഥലത്തും നിർത്തേണ്ടി വന്നു. രണ്ടാൾക്കും പ്രശ്നങ്ങളായിരുന്നു. ചില സമയത്ത് തുമ്പി എണീറ്റിരിക്കും, അല്ലെങ്കിൽ കുടുമോന് കരച്ചില്. അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നിർത്തി കഥ പറഞ്ഞൊക്കെ ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയി. കൂടരഞ്ഞി പള്ളിയിലെടുത്തെത്തിയപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. അവിടെ വേറൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് കൂടി ഉണ്ട്. ജിഞ്ചിൽ കുറെ കാലം കൂടരഞ്ഞിയായിരുന്നു, അവിടെയായിരുന്നു പഠിച്ചതും കാര്യങ്ങളൊക്കെ, അങ്ങളുടെ വീട്ടിൽ നിന്നിട്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പുതിയ പള്ളി കണ്ടപ്പോൾ അന്തം വിട്ട് ഇതാ വാ തുറന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുമ്പിനെയും വിളിച്ചെണീപ്പിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കൂമ്പാറ പള്ളിയിലെത്തി. കുടുംബൻ ഇതാ മമ്മിയുടെ തോളിൽ തന്നെ ഇരിപ്പുണ്ട്. ജിഞ്ചിൽ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു. തുമ്പിമോനാണെങ്കിൽ കുപ്പിയിലുള്ള വെള്ളത്തിന് വേണ്ടി എന്നോട് ഒരുപാട് വട്ടം പറഞ്ഞ് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പള്ളിയിൽ നിന്നായിരുന്നു കൊച്ചിന് മാമോദിസ. അത് കഴിഞ്ഞ് നേരെ അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോയത്. അത്യാവശ്യം ആൾക്കാരുള്ള ഒരു ഫംഗ്ഷന്, നല്ല അടിപൊളി ഫുഡ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും വെള്ളപ്പവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ, നല്ല അടിപൊളി സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇതാ ബേബിയും കൊണ്ട് അവരുടെ ഫാമിലി മൊത്തമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ജിഞ്ചിലിന്റെ പപ്പയുടെ ചേച്ചിയുടെ മകളുടെ കൊച്ചിന്റെ മാമോദിസയാണ്. അങ്ങനെ അവിടെ കേക്ക് മുറിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും ജിഞ്ചിലും കൂടി ഒരു മരത്തിന്റെ ചോട്ട് പോയിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ചു പോരുന്ന വഴിക്ക് കൂടരഞ്ഞി പള്ളിയിൽ എന്തായാലും കയറണം എന്ന് മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പതുക്കെ പള്ളിയിലേക്ക് നടന്നു. പള്ളി അടുത്ത് പണി കഴിപ്പിച്ച് പുതുക്കി പണിത പള്ളിയാണ്. അതൊരു അപാര പള്ളി തന്നെയാണ് കേട്ടോ. അത് കണ്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നു. തുമ്പിക്കാണെങ്കിൽ എന്തോ ഒരു സ്റ്റേഷൻ കിട്ടാത്ത കളിയായിരുന്നു. ജിഞ്ചിലിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ ഇവിടെയായിരുന്നു പഠിച്ചത്, അതുകൊണ്ട് എന്താ പറയുക, അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ അവളുടെ മുഖത്തുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജിഞ്ചിലിന്റെ മമ്മിയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നു. അവിടെ എത്തിയപ്പോൾ ഇതാ കിടക്കുന്നു ഒരു ഊഞ്ഞാല്. തുമ്പി ചാടി കയറി അതിൽ കയറി നാടാൻ തുടങ്ങി. ഇതാണ് ജിഞ്ചിലിന്റെ മമ്മിയുടെ ഫ്രണ്ട്. അവിടുന്ന് കുറേ ചെടിയൊക്കെ പറിക്കുന്നുണ്ട് മമ്മി. അതെല്ലാം പറിച്ചൊപ്പിച്ച് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ടാറ്റായും പേർന്ന് തിരിച്ചു പോന്നു.